ഹായ് മകളെ, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഓണ എക്സാമിൻ്റെ ടൈം ടേബിൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വലച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്മസ് എക്സാമിൻ്റെ നിലവിലെ സാഹചര്യ പ്രകാരം വലിയൊരു ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും ചെറിയൊരു ബുദ്ധിമുട്ട്, നമുക്ക് ചോറിൽ നിന്നും ഒരു കല്ലൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു പ്രശ്നം നമുക്കതിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ വരുന്ന 15-ാം തീയതി, ഡിസംബർ 15-ാം തീയതിയാണ് ഏറ്റവും ആദ്യത്തെ എക്സാം നടക്കുന്നത്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കോൺഫിഡൻസോട് കൂടി തന്നെ എഴുതാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് തന്നെ നിങ്ങൾക്ക് മറ്റൊരു എക്സാം കൂടിയുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്, ഒന്നാം ഭാഷയാണ്. ബുദ്ധിമുട്ടില്ലാന്ന് പറയാൻ കാരണം ഏറ്റവും ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് ബാക്കിയുള്ള തലേ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ സബ്ജക്റ്റുകൾ പഠിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ ദിവസം 2 എക്സാം വന്നത് വലിയൊരു പ്രശ്നമില്ല. കാരണം നമുക്ക് കുറച്ച് മുമ്പേ നമുക്ക് കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട്. എന്നാൽ രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ചയിലേക്ക് പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് മാത്രമാണുള്ളത്. മൂന്നാമത്തെ ദിവസം ബുധനാഴ്ചയിലേക്ക് പോകുന്ന സമയത്ത് ഒന്നാം ഭാഷ പേപ്പർ 2 മാത്രമാണുള്ളത്. അത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. എങ്കിലും ആ ഒരു വിഷയത്തിൻ്റെ സ്ഥലത്ത് തൊട്ട് അടുത്ത ദിവസത്തേതാണ് വന്നതെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് സൗകര്യപ്രദമാകുമായിരുന്നു. അവിടെ ഒരു ലോജിക്കൽ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ കാണുന്നുണ്ട്. അതായത് വ്യാഴാഴ്ച നിങ്ങൾക്ക് ഹിന്ദിയും ബയോളജിയും ഒരുമിച്ച് എക്സാം വരുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ്. ബയോളജിയൊക്കെ വലിയ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, ഹിന്ദിയും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഒരു പക്ഷേ ആ ബയോളജിയെ എടുത്തിട്ട് ഈ ഒന്നാം ഭാഷ പേപ്പർ 2ൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാകുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്ന ആ ഒരു കാര്യം. നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട്, പക്ഷേ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ആ തലേ ദിവസം നിങ്ങൾ ഒന്നാം ഭാഷ പേപ്പർ 2ൻ്റെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നെങ്കിൽ ബയോളജിയോ അല്ലെങ്കിൽ ഹിന്ദിയോ ഏതെങ്കിലും ഒന്നും കൂടി ആ തലേ ദിവസം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സോ അത് നിങ്ങൾക്കുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞങ്ങളുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നത് വെള്ളിയാഴ്ച ഫിസിക്സ് ആണ് വരുന്നത്. അത് ഒരു എക്സാം മാത്രമേ ഉള്ളൂ. പിന്നെ തിങ്കളാഴ്ച 2 ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. വലിയൊരു ഉപകാരമാണ് ഉള്ളത്. കെമിസ്ട്രിക്കും അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസിനും നിങ്ങൾക്ക് ഈ ശനിയും ഞായറും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു രീതിയിൽ ഈ ഒരൊറ്റ ഭാഗം മാത്രം മാറ്റി വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈം ടേബിൾ ആണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഉറപ്പിച്ചോ സൈലം SLC എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും A to Z ഞങ്ങൾ ഇനി സെറ്റാക്കാൻ പോവുകയാണ്. സെറ്റ് ആക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇനി പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. സൈലം ടീം ഞങ്ങൾ ഇവിടെ റെഡിയാണ്. പഠിക്കാൻ തയ്യാറാണെങ്കിൽ യെസ് സാർ വി ആർ റെഡി. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ SLC ഫ്രണ്ട്സിനും ഇപ്പോൾ തന്നെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് സന്തോഷം അറിയിക്കുക. വിഷു അഡ്വൈസ് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ലേണിംഗ്. ബൈ.